ഈ ഒരു ക്വസ്റ്റ്യൻ SSC CGL 2020 പ്രിലിംസിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. പ്യുവർലി നമ്മുടെ കോൺസെപ്റ്റിനെ എല്ലാം ബേസ് ചെയ്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് വെൻ 200 ഈസ് ഡിവൈഡഡ് ബൈ എ പോസിറ്റീവ് ഇൻറ്റീജർ എക്സ്, ദ റിമൈൻഡർ ഈസ് 8. ഹൗ മെനി വാല്യൂസ് ഓഫ് എക്സ് ആർ ദെയർ? അതായത് 200-നെ 8 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോഴത്തേക്ക് എക്സ് വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ 8ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര പോസിബിൾ വാല്യൂ ആണ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് കാര്യം മനസ്സിലാകാൻ വേണ്ടി ഞാൻ ആക്ച്വലി വാല്യൂസ് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുകയാണ്. ഞാൻ 10, 200-ന് പകരം 10 എന്ന് എടുത്തു. എക്സ് എന്ന് പറയുന്ന ഒരു നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്തു. റിമൈൻഡർ 2 വിചാരിച്ചു. ഓക്കെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് എക്സിന്റെ ആദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത് 8 എന്ന് എഴുതാമല്ലോ. ആ 8 എങ്ങനെ ഞാൻ കണ്ടുപിടിച്ച് ഈ 10-ന്ന് 2 കുറച്ചു 8. നിങ്ങൾക്കറിയാം 10-നെ 8 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? റിമൈൻഡർ 2 കിട്ടും. ഓക്കെ. ഇനി നമുക്കറിയാം 10-ന്റെ ഈ പറയുന്ന 8-ല്ലേ, ഈ 8-ന്റെ ഫാക്ടേഴ്സ് നമ്മൾ എടുക്കുമെന്ന് വിചാരിച്ചു. 8-ന്റെ ഫാക്ടേഴ്സ് 1 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്, 8 ഉണ്ട്. 1 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്, 8 ഉണ്ട്. ഞാൻ എടുത്തത് 8-ന്റെ ഫാക്ടേഴ്സ് ആണ്. ഇതില് 2-നേക്കാളും, അതായത് ഈ റിമൈൻഡർ എന്ന് പറഞ്ഞിരിക്കുന്ന നമ്പറിനേക്കാളും വലുതായിട്ടുള്ള ഫാക്ടർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴും ഈ പറയുന്ന കേസിൽ നമുക്ക് റിമൈൻഡർ 2 കിട്ടും. ഓക്കെ. അതായത് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത് 8. ഈ 8-ന്റെ ഫാക്ടർ എടുക്കുന്നു. ഫാക്ടർ എടുത്തിട്ട് ഈ 2-നേക്കാളും, ഈ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? റിമൈൻഡർ ആണ്. ആ 2-നേക്കാളും വലിയ നമ്പർ വരുന്ന ഫാക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാലും ഇതേപോലെ 10-നെ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും 2 റിമൈൻഡർ കിട്ടും. അതായത് ഇവിടെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ കിട്ടും. അതുപോലെ തന്നെ 8 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴും 2 റിമൈൻഡർ കിട്ടും. അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ അതുപോലെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 200-നെ എക്സ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 റിമൈൻഡർ വരണം. സോ ആദ്യത്തെ നമ്പർ എന്ന് പറയുമ്പോൾ 192. ദെൻ ഇനി വരുന്നതെല്ലാം ഈ 192-ന്റെ ഫാക്ടേഴ്സുകളായിരിക്കും, അല്ലേ? ഫാക്ടേഴ്സുകളായിരിക്കും. അതേസമയം 8-നേക്കാളും വലുതും വേണം. കാരണം 8ആണ് ഇവിടെ റിമൈൻഡർ. അപ്പൊ എല്ലാം നമുക്ക് എഴുതി കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 192-ന്റെ ഫാക്ടേഴ്സ്, നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുവാണ്. ഓക്കെ. ചെയ്യുമ്പോഴത്തേക്കും 96 വേണമെങ്കിൽ പ്രൈം. ഓക്കെ. കുറച്ചുകൂടി പെട്ടെന്ന് ചെയ്യാനായിട്ട് ഞാൻ 8 എന്ന് എടുത്തു. കാരണം 8 എന്ന് പറയുമ്പോൾ 2-ന്റെ ക്യൂബ് അല്ലേ. സോ 12. പിന്നെ ഒരു 4 എന്ന് എടുത്തു. പിന്നെ ഇത് 3. അപ്പോൾ ആക്ച്വലി ഇത് 2-ന്റെ ക്യൂബ് 2/2. സോ 192-നെ നിങ്ങൾക്ക് 2/1 4 2 1 4 2. ഓക്കെ. 2/6 എന്ന് എഴുതാം. 2/6 എന്ന് എഴുതാം. ഇൻറ്റു 3 എന്ന് എഴുതാം. 2/6 ഇൻറ്റു 3 എന്ന് എഴുതാം 192-ന്. ഓക്കെ. ഇങ്ങനെ പ്രൈം ഫാക്ടറിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഇതിന്റെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഈ പവറുകളുടെ പവറിന്റെ കൂടെ 1 കൂട്ടണം, മൾട്ടിപ്ലൈ ആണ്. 1 കൂട്ടണം, മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ. അപ്പൊ എത്ര വരും? ഇവിടെ 7ഉം 2ഉം 14 ടോട്ടൽ ഫാക്ടേഴ്സ് ഉണ്ടാവും. ടോട്ടലായിട്ട് 14 ഫാക്ടേഴ്സ്. ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിൽ 8-നേക്കാളും ചെറിയ ഫാക്ടേഴ്സ് ഏതൊക്കെയുണ്ടെന്ന് നോക്കണം. 8-നേക്കാളും ചെറിയ ഫാക്ടേഴ്സ് ഏതൊക്കെയുണ്ടെന്ന് നോക്കണം. അപ്പോൾ 8-നേക്കാളും ചെറിയ നമ്പേഴ്സ് എടുക്കുക, അത് ഇതിന്റെ ഫാക്ടർ ആണോ നോക്കുക. ഓക്കെ. അപ്പോൾ ആദ്യം 1 192 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ദെൻ 2 പറ്റും. 3 പറ്റുമോ? 192 എന്ന് പറയുമ്പോൾ 9 ഇതിന്റെ
ഡിജിറ്റിന്റെ സം എടുക്കുക. ഡിജിറ്റിന്റെ സം എടുക്കുമ്പോൾ 3ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ 3 വെച്ച് പറ്റും. ദെൻ 2 വെച്ച് 3 വെച്ചും പറ്റുമെങ്കിൽ 6 വെച്ച് പറ്റും. ഇനിയിപ്പോൾ 4 വെച്ച് പറ്റുമോ എന്ന് നോക്കണം. 4 വെച്ച് പറ്റുമോ നോക്കാൻ എന്ത് ചെയ്യണം? ലാസ്റ്റ് 2 ഡിജിറ്റ് 4 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ലാസ്റ്റ് 2 ഡിജിറ്റ് 4 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. 4 വെച്ച് ഡിവിസിബിൾ ആണോ? 192 എന്ന് പറയുമ്പോൾ 4 വെച്ച് ഡിവിസിബിൾ ആണോ നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? ആണ് 92 അല്ലേ? 92 എന്ന് പറയുമ്പോൾ 4 വെച്ച് ഡിവിസിബിൾ ആണ്. സോ 4 ഉണ്ട്. ഇതിന് 5 പറ്റത്തില്ല, കാരണം ലാസ്റ്റ് ഡിജിറ്റ് 5ഉം 0ഉം അല്ല. 5 പറ്റത്തില്ല. 6 നമ്മൾ നോക്കി. ഇനി 7 പറ്റുമോ? 7 പറ്റില്ല. 8 പറ്റും, കാരണം 192 എന്ന് പറയുമ്പോൾ 8 വെച്ച് ഡിവിസിബിൾ ആണ്. അപ്പോൾ ആക്ച്വലി ഇതിൽ 8ഉം 8നേക്കാളും ചെറുതുമായിട്ടുള്ള 1, 2, 3, 4, 5, 6 നമ്പേഴ്സാണ് ഉള്ളത്. 8ഉം 8നേക്കാളും ചെറുതായിട്ടുള്ള എത്ര നമ്പേഴ്സ് ഉണ്ട്? 6 നമ്പേഴ്സാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന, അല്ലെങ്കിൽ എക്സിന് പറ്റുന്ന വാല്യൂസ് എന്ന് പറയുന്നത് 14 മൈനസ് 6. ഈ 6 കുറയ്ക്കണം. 8. സോ 8 ആയിരിക്കും ഈ ഒരു ക്വസ്റ്റിന്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്.